എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ആ 3 മിടുക്കി പെൺകുട്ടികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ല കുഞ്ഞ് സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരാണ്. ഒരുപാട് സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിവേദ, ശ്രേയ ആൻഡ് ദേവിക. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഒരു സ്മാർട്ട് ആയിട്ട് ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. ശരി, അപ്പൊ പറയൂ, പേരുകളൊക്കെ ഒന്നുകൂടി പറയൂ. നിവേദ ആരാണ്? എന്റെ പേര് നിവേദ. ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, യെസ്. ഇത് എന്റെ പേര് ശ്രേയ. ഞാൻ 7th പഠിക്കുന്നത്. യെസ്. എന്റെ പേര് ദേവിക. ഞാൻ പഠിക്കുന്നത് 6ലാണ്. 3 പേരും എങ്ങനെ ഇങ്ങനെ ഒരേപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരാൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അടുത്ത ആൾ കഴിക്കുക, അങ്ങനെയാണോ? അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ കഴിക്കും. പക്ഷെ 3 പേരും ഒരേപോലെ. മുഖത്തിന്റെ ഒരു ഇതുപോലും അതെ, സ്ട്രക്ചർ പോലും ഏകദേശം ഒരുപോലെയാണ്. 3 പേരും കൂടി മുരട്ടകളായി, ഇരട്ടകളല്ല മുരട്ടകൾ. അപ്പൊ ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾ ഒരേപോലെ തന്നെ ഭക്ഷണം കഴിക്കോ, അല്ലെങ്കിൽ ഒരേപോലെ വർക്ക്ഔട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ലായിരിക്കുമല്ലോ നിങ്ങൾക്ക്? നമ്മള് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇനി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളത് ആരാ ഇതില്? 3 പേർക്കും ആഗ്രഹമുണ്ട്. പ്രൊഡ്യൂസർ ആന്റിയാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോഴെ തന്നെ ചാൻസ് ചോദിച്ചോ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ വരും, ഞങ്ങൾക്ക് ഒരു അവസരം തരുമെന്ന് വേഗം ചോദിച്ചോ. ആന്റി നമ്മൾ വരണം, ഞങ്ങളങ്ങ് എടുക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്? ഡാൻസ് അല്ലാതെ പാട്ട് പാടും? ഓ സൂപ്പർ. അപ്പൊ ഒരു പാട്ട് പാടാം. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. മഞ്ഞുമൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൽ നിശ്വാസമാകും നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതു കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതു മന്ദാരം കാറ്റിനെ പ്രണയിച്ചതു അപ്പൊ പാട്ടും ഡാൻസും അങ്ങനെ ഒരു സകലകല വല്ലഭമാരാണ് ഇവര് 3 പേരും നിൽക്കുന്നത്. ഇനി അഭിനയം എങ്ങനെയാണ് നമുക്ക് ഡാൻസിൽ എക്സ്പ്രഷൻ കണ്ടിട്ട് ചെയ്യാം അല്ലെ? ഒരു പടത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സിംഗിങ്, ഡാൻസ് കൊറിയോഗ്രാഫർ കം ആർട്ടിസ്റ്റ്. നല്ല ഫീച്ചേഴ്സ് ആണ്, ഷാർപ്പ് ഫീച്ചേഴ്സ് ഒക്കെ ഫേസിലുണ്ട്. 3 പേരും അതെ കേട്ടോ, ഒരാളെ അല്ല ഉദ്ദേശിച്ചത്. താങ്ക് യു. ശരി, അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഒന്ന് അവരെ പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ ആരൊക്കെയാണ് പറയൂ. എൻ്റെ പേര് ബിപിൻ. സ്വാതി എൻ്റെ വൈഫാണ്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ ഒരു ട്യൂട്ടറാണ് ജിഷ്ണു പേര്. അപ്പൊ ഇവരൊക്കെ എത്ര നാളായി ഇവര് 3 പേരും മാസ്റ്ററിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി? ഓൾമോസ്റ്റ് എങ്ങനെ പോലും ഒരു 3 വർഷത്തോളം ആയി. 3 വർഷത്തോളമായി. ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് ഡാൻസും വഴങ്ങുന്ന ശരീരമാണ്, ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ബേസിക് പ്രാക്ടീസ് കൊടുത്ത് വന്നതിന് ശേഷം നമ്മൾ ഓരോ ഫോം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവർക്ക് കണ്ടംപററി, ഇപ്പോൾ ഹിപ്പ് ഹോപ്പ്, പിന്നെ ബോളിവുഡ് സ്റ്റൈല്, ഫ്രീ സ്റ്റൈൽ എല്ലാം ഇപ്പോൾ അവർ ആപ്റ്റാണ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഫ്ലെക്സിബിലിറ്റി ഫസ്റ്റിൽ നമ്മൾ ബേസിക്കലി ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാ ബാക്കി ഓരോ ഫോംസ് ആഡ് ചെയ്ത് ചെയ്യണം. അപ്പൊ ഇനി സ്വാതി ടീച്ചറോട് ചോദിക്കാം. ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുമായിരുന്നോ? പഠിക്കുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു. ഡാൻസ് കൊറിയോഗ്രാഫറായിട്ട് ഇങ്ങനെ മുമ്പ് ലവ് മാരേജ് ആയിരുന്നോ? ഉറപ്പായിരിക്കും അല്ലേ? ഡാൻസറും തമ്മിൽ അവരിങ്ങനെ ഡ്യുവറ്റ് ചെയ്ത് പ്രേമമായി എന്നുള്ളത് സർവ്വസാധാരണമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടാം. പേര് വിഷ്ണു. ഇവരുടെ മേൽനോട്ടം ഈ ഡാൻസ് ക്ലാസിന്റെ ഏതൊക്കെ എല്ലാ ഡാൻസും ചെയ്യും. ഓക്കെ.